Hello friends, welcome to my channel. ഇന്ന് നമുക്ക് ദോശമാവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അര കപ്പ് ഉഴുന്നെടുത്ത് നന്നായി കഴുകി വെള്ളം വാർത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു ഉഴുന്നും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം കളഞ്ഞ് നമുക്കതൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് പകരം അവിൽ ചേർക്കണമെങ്കിൽ അവിലും ചേർത്ത് കൊടുക്കാം. അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് വറുത്ത നൈസായി പൊടിച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 3 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ അത് കലക്കിയെടുക്കുമ്പോൾ എന്തോരം വേണമെന്നുണ്ടെന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കലക്കിയെടുക്കണം. അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മാവിന് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ബാറ്റർ കട്ടിയൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. ഇനി ഒരു മൂടി വെച്ച് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 8 തൊട്ട് 10 മണിക്കൂറാണ് നമുക്കിത് വെക്കേണ്ടത്. അപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഫെർമെൻറ്റേഷൻ. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 മണിക്കൂറൊന്നും വേണ്ടി വരില്ല. അതിന് മുമ്പേ തന്നെ നമ്മുടെ മാവ് റെഡിയായി വരും. അപ്പോൾ അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 10 മണിക്കൂറാണ് വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നെയ്റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ തവ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ആ പരത്തിയതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായി നെയ്യ് ചേർത്ത് കൊടുത്താൽ മാത്രമാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്ത് ഒരു ഗോൾഡൻ കളർ നമ്മുടെ ദോശയിൽ വരുമ്പോൾ അതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നെയ്റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.